അടുത്ത ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു യൂണിഫോംലി ചാർജ് സ്പെരിക്കൽ ഷെല്ലാണ്. ഇതിൻ്റെ അകത്ത് നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഒരു സ്പെരിക്കൽ ഷെല്ലുണ്ട്. ഈ ഉള്ളിൽ കാണാണ് ഷെല്ല്. ആ ഷെല്ലിൻ്റെ സർഫസിൽ മൊത്തം പോസിറ്റീവ് ചാർജ് പ്ലസ് 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 എഴുതിയിട്ടുണ്ടാവും. അതിൻ്റെ റേഡിയസ് ആണ് ഇത് കൊടുത്തത് 6. ഓക്കെ, നമ്മുടെ ഗോഷ്യൻ സർഫസ് അതിന് ചുറ്റും ഇങ്ങനെ മറ്റേ ഡോട്ട് ഡോട്ട് ഇട്ടിട്ട് ഗോഷ്യൻ സർഫസിൻ്റെ റേഡിയസ് സ്മോൾ ആറ് കേട്ടോ. ഓക്കെ, ഇത്രയൊക്കെ പടമൊക്കെ മനസ്സിലാക്കി വെച്ചോളാം. പിന്നെ അവിടെ നിന്ന് പുറത്തേക്കായിട്ട് ഇ കൊടുത്തിട്ടുണ്ട്, ഡി എസും കൊടുത്തിട്ടുണ്ട്. ഇത്രയും കഴിഞ്ഞാൽ പടം കഴിഞ്ഞ്. ഓക്കെ, ഷെല്ലുണ്ട്, ഷെല്ലിനകത്ത് മറിച്ച് പോസിറ്റീവ് ചാർജ്, അതിൻ്റെ പുറത്ത് വലിയൊരു ഗോഷ്യൻ സർഫസ്, പുറത്തേക്ക് ഇയും ഡി എസും. പടം കഴിഞ്ഞ് ഇനി നമുക്ക് ഫീൽഡ് ഔട്ട് സൈഡ് ദ ഷെൽ എടുക്കാം. അതായത് ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് എത്ര. ഓക്കെ, ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം നമ്മുടെ ഇക്വേഷൻ എഴുതണം. ഫ്ലക്സ് ഫൈ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഈസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ 0 എന്നുള്ള നമ്മുടെ ഇക്വേഷൻ എഴുതി. എന്നിട്ട് നേരത്തെ പരിപാടി പോലെ തന്നെ ഇൻ്റഗ്രൽ ഇ ഡി എസ് കോസ് 0 ഡോട്ട് ഡി എസ് അല്ലേ, ഡോട്ട് ഡി എസ് വരെ ഇ ഡി എസ് കോസ് 0 ഈസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ 0 എന്ന് എഴുതി. കോസ് 0 1 അല്ലേ, കോസ് 0 1 ആയതുകൊണ്ട് ഇ ഡി എസ് ഇൻറ്റു 1 എന്ന് എഴുതി. ഇ ഡി എസ് ഇൻറ്റു 1 ഇ ഡി എസ് ഇൻറ്റു 1 ഈസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ 0. ഇൻ്റഗ്രൽ ഇടാൻ മറക്കരുത്. ഇനിയിപ്പോൾ അടുത്തിൽ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഓക്കെ, ഈ ഡി എസ് ഇല്ലേ, ഇത് ശ്രദ്ധിച്ചോളാം കേട്ടോ. ഈ ഡി എസിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുമെന്ന് അറിയാം, നമുക്ക് ഇതിൻ്റെ സർഫസ് ഏരിയ കിട്ടും. ആ ഗോഷ്യൻ സർഫസിൻ്റെ സർഫസ് ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ 4π സ്മോൾ ആർ സ്ക്വയർ ആണ് കേട്ടോ. അപ്പോൾ ഇ ഇൻറ്റു 4π സ്മോൾ ആർ സ്ക്വയർ നമ്മൾ അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് അങ്ങനെ കിട്ടിയാൽ ഈസ് ഈക്വൽ ടു ഈ ക്യൂവിനെ നമുക്ക് വേണമെങ്കിൽ സിഗ്മ ഇൻറ്റു, ഓക്കെ ശ്രദ്ധിച്ചോളണേ, സിഗ്മ ഇൻറ്റു അതിൻ്റെ സർഫസ് ഏരിയ, എൻ്റെ സർഫസ് ഏരിയ 4π ക്യാപിറ്റൽ ആർ സ്ക്വയർ. ഓക്കെ, കാരണം ചാർജ് ഉള്ളത് ഈ ചെറിയ ക്യാപിറ്റൽ ആർ ഉള്ള സർഫസിലല്ലേ, ഡിവൈഡ് ബൈ എപ്സിലോൺ 0 എന്ന് കിട്ടും. നമുക്ക് വേണ്ടത് ഇ അല്ലേ, ഈനെ മാത്രം ഇവിടെ നിർത്തി ബാക്കിയുള്ളവരൊക്കെ എടുത്ത് അപ്പുറത്തേക്ക് ഇടും. അതായത് ഈ 4π ആർ സ്ക്വയർ ഇപ്പുറത്തേക്ക് വരും. അപ്പോൾ എന്ത് വരും, ഈസ് ഈക്വൽ ടു സിഗ്മ ഇൻറ്റു 4π ക്യാപിറ്റൽ ആർ സ്ക്വയർ ബൈ 4π സ്മോൾ ആർ സ്ക്വയർ ഇൻറ്റു എപ്സിലോൺ 0 എന്ന് കിട്ടും. 4π കട്ട്, ലാസ്റ്റ് എന്ത് കിട്ടും, ഈസ് ഈക്വൽ ടു സിഗ്മ ക്യാപിറ്റൽ ആർ സ്ക്വയർ ബൈ എപ്സിലോൺ 0 സ്മോൾ ആർ സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ഡെറിവേഷൻ, ഫീൽഡ് ഔട്ട്സൈഡ് ദ ഷെല്ലിൻ്റെ ഡെറിവേഷൻ. ഇനി അടുത്തത് ഫീൽഡ് ഓൺ ദ സർഫസ് ഓഫ് ദ ഷെൽ. അതിൻ്റെ പ്രത്യേകത എന്താ, രണ്ടാമത്തെ സർഫസിലാണെങ്കിൽ സർഫസിൻ്റെ പ്രത്യേകത എന്താ, സർഫസിലാണെങ്കിൽ സ്മോൾ ആർ ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ആർ ആയിരിക്കും. രണ്ട് സെയിം അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിയേ, ഈ സ്മോൾ ആറും ക്യാപിറ്റൽ ആറും കൂടെ കട്ടായി പോയിട്ട് ബാലൻസ് എന്ത് വരും, രണ്ടാമത്തെ കേസിൽ ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ എപ്സിലോൺ 0 എന്ന് മാത്രം വരും. കാരണം എന്താ, ദേ മേളിലും 6 താഴത്തും 6 രണ്ട് സെയിം ആയിട്ട് വന്നാൽ പിന്നെ കട്ടായി പോവല്ലോ, അപ്പോൾ അത് പോയി. ഇനി ലാസ്റ്റത്തത് ഇൻസൈഡ് കേട്ടോ, അടുത്ത ലാസ്റ്റത്തെ ഇൻസൈഡാണ്. അകത്താകുമ്പോഴാ, അകത്ത് ചാർജ് ഇല്ല, ക്യൂ 0 ആണ്. ഓക്കെ, ക്യൂ 0 ആണ്, അതായത് ഉള്ളിൽ ചാർജ് ഒന്നും ഇല്ല, പിന്നെ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവില്ല, ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പോൾ നമ്മൾ 3 കണ്ടീഷൻസ് നമുക്കതിനകത്ത് കിട്ടി, ഇത്രേ ഉള്ളൂ.